ഹലോ കോഡേഴ്സ്, വെബ് ഡിസൈൻ സീരീസിലെ സെക്കൻഡ് വീഡിയോ ആണിത്. ഫസ്റ്റ് വീഡിയോ കാണാത്തവരുടെ ഐ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ മതി. നമ്മൾ HTML ബേസിക്സ് ഒക്കെ കവർ ചെയ്തിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ CSSനെ പറ്റി സംസാരിക്കുന്നത്. CSSന്റെ സിൻടാക്സ് എന്താണ്, അതുപോലെ എന്താണ് ഇൻലൈൻ CSS, എക്സ്റ്റേണൽ CSS, അതുപോലെ തന്നെ എങ്ങനെയാണ് ഒരു CSS HTMLലേക്ക് ലോഡ് ചെയ്യുന്നത്, അതുപോലുള്ള കാര്യങ്ങളൊക്കെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യും. സോ ഒട്ടും ടൈം വേസ്റ്റ് ചെയ്യാതെ ലെറ്റ്സ് ഗോ. ആദ്യം തന്നെ എല്ലാവർക്കും CSSന്റെ വീഡിയോയിലേക്ക് വെൽക്കം. നമ്മൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന മുമ്പ് ഡിസ്കഷൻ ഗ്രൂപ്പിന്റെ കാര്യം ഒന്നുകൂടി റിമൈൻഡ് ചെയ്യിപ്പിക്കാം. ഡിസ്കഷൻ ഗ്രൂപ്പിൽ നിങ്ങൾ കമന്റ്സിൽ പിൻ ചെയ്യുന്ന ലിങ്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ എൻട്രിയുടെ പോസ്റ്റ് കാണാം. ഇവിടെ നിങ്ങൾക്ക് ആൻസർ നൗ ക്ലിക്ക് ചെയ്താൽ, നമ്മുടെ ലാപ്പിലൂടെ അല്ല ഫോണിലൂടെ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് നമ്മളുടെ പ്ലേ സ്റ്റോറിലേക്ക് റീഡയറക്റ്റും. എൻട്രി ആപ്പ് നിങ്ങൾക്ക് ഇൻസ്റ്റാൾ ചെയ്യാം, ഫ്രീ ആയിട്ട് ഇൻസ്റ്റാൾ ചെയ്യാം, ഫ്രീ ആയിട്ടൊരു യൂസർ ആവാം. യൂസർ ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൻ്റെ ആക്സസിബിലിറ്റി കിട്ടും. അവിടെ നിങ്ങൾക്ക് കമൻസിൽ ക്വസ്റ്റ്യൻസ് ചോദിക്കാം. നമ്മൾ യൂട്യൂബിലാണെങ്കിലും നമുക്ക് കമൻറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ എന്താ ഒരു യൂസർ ആവണം. അതേപോലെ തന്നെ എൻട്രി ആപ്പിൻ്റെ ഉള്ളിലും കമൻറ്റ് ചെയ്യണമെങ്കിൽ നമ്മളൊരു യൂസർ ആവാം, ഫ്രീ ആയിട്ട് യൂസർ ആവാം. അത് കഴിഞ്ഞ് നമുക്ക് ഇവിടെ കമൻറ്റ് ചെയ്താൽ ഇമേജിൻ്റെ ആക്സസ് ഉണ്ടോ, ഇമേജ് ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം, കമൻറ്റ് ചെയ്യാൻ പറ്റുമോ? പക്ഷെ നമുക്ക് എൻട്രിയിൽ ഇമേജ് നമുക്ക് കമൻറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഇമേജ് ത്രൂ നമുക്ക് ഡൗട്ട്സ് ചോദിക്കാം. അതുപോലെ തന്നെ നമുക്കിവിടെ മെൻറ്റേഴ്സ് അവൈലബിൾ ആണ്. സോ നിങ്ങളുടെ കമൻസിനൊക്കെ മെൻറ്റേഴ്സും നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. അതുപോലെ നിങ്ങൾക്ക് കുറച്ച് ഫ്രണ്ട്സ്, പുതിയ കമ്മ്യൂണിറ്റി നിങ്ങൾക്ക് മെമ്പേഴ്സിനെ കിട്ടും. നമ്മുടെ കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്യാണ്. സോ നിങ്ങൾക്ക് കുറേ കമ്മ്യൂണിറ്റി മെമ്പേഴ്സിനെ കിട്ടും. ഒരേ ലെവലിൽ സ്റ്റാർട്ട് ചെയ്യണ കുറച്ച് ഫ്രണ്ട്സിനെയും കിട്ടും. സോ എല്ലാവരും വന്ന് മാക്സിമം ഇവിടെ എൻഗേജ് ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, ഇനി നമുക്ക് വീഡിയോയിലേക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇപ്പോൾ നമ്മൾ വിഷ്വൽ കോഡ് ഓപ്പൺ ആക്കിയിട്ടുണ്ട്. CSS ഇൻട്രോ എന്നുള്ളൊരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ആദ്യം തന്നെ ഞാൻ മുമ്പത്തെ വീഡിയോ പോലെ HTML തുടങ്ങുകയാണ്. HTML ഫയൽ ക്രിയേറ്റ് ചെയ്തു. ഇനി എന്ത് ചെയ്യണം, HTML ടൈപ്പ് ചെയ്യുക, HTML5 ക്ലിക്ക് ചെയ്യുക, കോഡ്സ് കിട്ടി, എന്തെങ്കിലും ഒരു പേര് കൊടുക്കുക, ടൈറ്റിൽ ഇൻട്രോ ടു CSS. അത് കഴിഞ്ഞിട്ട് H1ൻ്റെ ഉള്ളിൽ എൻട്രി, പാരഗ്രാഫ് ക്രിയേറ്റ് ചെയ്യുക, ലേണിംഗ് CSS. അടുത്ത പാരഗ്രാഫ് ByteBoost എപ്പിസോഡ് 2. ഇത്ര നിങ്ങൾക്ക് അറിയാം, കഴിഞ്ഞ വീഡിയോ കണ്ടവർക്കൊക്കെ ഇതൊക്കെ എങ്ങനെ ചെയ്യണമെന്ന് അറിയാം. അത് കഴിഞ്ഞ് നമ്മൾ ഓപ്പൺ വിത്ത് ലൈവ് സെർവർ കൊടുത്തു, ഇത്രയും കാര്യങ്ങൾ വന്നു. ഇനി നമുക്ക് CSS, ഇനിയാണ് CSS നമ്മൾ പഠിക്കുന്നത്. ഇവിടെ എങ്ങനെ കളർ ചെയ്യാം, ഇവിടെ എങ്ങനെ നമുക്ക് ഫോണ്ട് സൈസ് മാറ്റാം, ഇവിടെയൊക്കെ ഒന്ന് സ്പേസ് കൊടുക്കണം, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ, ബേസിക് കാര്യങ്ങൾ ഇന്നത്തെ വീഡിയോയിൽ പഠിക്കാം. അപ്പോൾ ആദ്യം തന്നെ നമുക്കിവിടെ കളർ ചെയ്യണം. കളർ മാറ്റണമെങ്കിൽ നോക്കുകയാണെങ്കിൽ ഇതാണ് ഈ എലമെൻറ്റ്. ഓക്കെ, ഈ ടാഗിനുള്ളിൽ എന്തെങ്കിലും കൊടുത്താൽ നമുക്ക് ഇതിന് ചേഞ്ച് ചെയ്യാം. അപ്പോൾ അതിനൊക്കെ ആദ്യം തന്നെ CSS സ്റ്റാർട്ട് ചെയ്യാം. CSS എന്നുള്ളത് കാസ്കേഡിങ് സ്റ്റൈൽ ഷീറ്റ്, ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് അല്ല, അതൊരു സ്റ്റൈൽ ഷീറ്റാണ്. സോ നമ്മൾ CSS യൂസ് ചെയ്ത് നമുക്ക് എന്താണ് നമ്മൾ അപ്ലൈ ചെയ്യാൻ നോക്കുന്നത്, നമ്മൾ സ്റ്റൈല്, അതായത് എന്തെങ്കിലും കളർ അല്ലെങ്കിൽ എന്തെങ്കിലും ഫോണ്ട് അല്ലെങ്കിൽ ഡിസൈൻ, അപ്പോൾ അതിന് വേണ്ടിയാണ് നമ്മൾ CSS യൂസ് ചെയ്യുന്നത്. സോ ആദ്യമായിട്ട് CSS ലോഡ് ചെയ്യണമെങ്കിൽ ഇൻലൈൻ CSS എന്നുള്ള മെത്തേഡ് പഠിക്കാം. ഇവിടെ നമ്മൾ എന്താ ചെയ്യണത്, സ്റ്റൈൽ എന്നുള്ളൊരു ആട്രിബ്യൂട്ട് കൊടുത്തു, കളറാണ് വേണ്ടത്. സോ കളർ ഇവിടെ സെലക്ട് ചെയ്ത് കൊടുത്തു. ഓട്ടോമാറ്റിക്കലി ഇതൊക്കെ വരുന്നുണ്ട്, ശ്രദ്ധിച്ചോ. ഇവിടെ ഞാൻ ബ്ലൂ കൊടുത്തു, കണ്ടല്ലോ, ഈസി ആയിട്ട് ഞാൻ കളർ ചേഞ്ച് ചെയ്തു. നിങ്ങൾ ഇതിൻ്റെ സിൻടാക്സ് നോക്കിക്കോ. ഒരു ആട്രിബ്യൂട്ടാണ്, ഈക്വൽ ടു കൊടുത്തു, അതിന് പ്രോപ്പർട്ടി ഉണ്ട്, അതിന് വാല്യൂ ഉണ്ട്. പ്രോപ്പർട്ടി വാല്യൂ നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യേണ്ടത് ഒരു കോളനാണ്, എൻ്റെ ചെയ്യുമ്പോൾ ഒരു സെമിക്കോളൻ ഉണ്ട്. ഇത്രേ ഉള്ളൂ എൻ്റെ സ്റ്റൈൽ, അതായത് സിൻടാക്സ് ഇത്രേ ഉള്ളൂ. നമ്മൾ സ്റ്റൈൽ കൊടുത്ത് കഴിഞ്ഞു. ഇതേപോലെ തന്നെ തൊട്ട് താഴെ നമുക്ക് കൊടുക്കാം. പി ടാഗിൽ നമുക്ക് സ്റ്റൈൽ സെയിം കാര്യം, സ്റ്റൈൽ എൻ്റർ അടിച്ചു, ഓട്ടോമാറ്റിക്കലി ഈക്വൽ ടു കോഡ്സ് വന്നു. ഞാനിവിടെ ഫോണ്ട് സൈസ്, ഫോണ്ട് എന്ന് പറഞ്ഞു ഫോണ്ട് സൈസ് കൊടുത്തു, എന്തെങ്കിലും ഒരു വാല്യൂ കൊടുക്കാം. അതെ 40 പിക്സൽ, 40 വേണ്ട, കുറച്ച് കയറ്റി കൊടുക്കാം, നമുക്കൊരു 90. ഇപ്പോൾ വലുതായി കിട്ടും, 90 പിക്സൽ വലുതായി കണ്ടോ. അത് കഴിഞ്ഞിട്ട് ഇവിടെ ByteBoost എപ്പിസോഡ് 2. എനിക്കിത് കുറച്ച് ഇവിടുന്ന് ഇത്ര സ്പേസ് വരാം, എനിക്ക് കുറച്ച് നീട്ടി, അതായത് ഇവിടുന്ന് തള്ളി എനിക്ക് ഇവിടെ എവിടെയെങ്കിലും മാറ്റി വയ്ക്കണം. നമുക്ക് എന്ത് ചെയ്യാം, സ്റ്റൈൽ, അഗെയിൻ സ്റ്റൈൽ, മാർജിൻ, മാർജിൻ എന്ന് പറയണത്, മാർജിൻ കൊടുക്കുക. ഇവിടെ നിന്നാ ലെഫ്റ്റ് സൈഡിൽ നിന്ന് മാർജിൻ കൊടുക്കുക. എത്ര കൊടുക്കുക, സെയിം 90 പിക്സൽ കൊടുത്ത് നോക്കാം. കണ്ടല്ലോ, ഇവിടെ നമുക്ക് ഇവിടം വരെ ഒരു പുഷ് കിട്ടി, മാർജിൻ കിട്ടി. ഇനി മാർജിൻ അല്ലാതെ നമുക്ക് അതിന് ചെയ്യണമെങ്കിൽ പാഡിങ്ങും കൊടുക്കായിരുന്നു. പാഡിങ് ലെഫ്റ്റ് എന്ന് കൊടുത്താലും സെയിം. അപ്പോൾ പാഡിങ്ങും മാർജിനും സെയിം ആണ്. അത് നമുക്കൊന്ന് പഠിക്കണമെങ്കിൽ എന്ത് ചെയ്യണം, ബോക്സ് മോഡൽ എന്താണെന്ന് അറിയണം. അതിനോട് സെലക്ട് ചെയ്തു, റൈറ്റ് ക്ലിക്ക് ചെയ്തു, ഇൻസ്പെക്ട് കൊടുത്തു. സൈഡിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ CSSന്റെ ബോക്സ് മോഡലാണ്. ഈ ഏറ്റവും ഉള്ളിൽ കാണുന്നത് ഇതിൻ്റെ വിഡ്ത്ത് ആൻഡ് ഹൈറ്റ് ആണ്. തൊട്ട് പുറത്ത് കാണുന്നത് മൗസ് ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ ByteBoost എന്നുള്ളതിൽ ശ്രദ്ധിക്കുക, പാഡിങ് ആണ്. കണ്ടല്ലോ, പാഡിങ്ങിൻ്റെ തൊട്ട് മുകളിൽ എന്തായിരിക്കും, ബോർഡർ ആയിരിക്കും. ബോർഡറിൻ്റെ പുറത്താണ് മാർജിൻ. സോ ഇതാണ് ബോക്സ് മോഡൽ. നിങ്ങൾ എന്തെങ്കിലും വാല്യൂ കൊടുക്കുമ്പോൾ ഇത് മൈൻഡിൽ വേണം. നമ്മൾ ഇവിടെ പാഡിങ്,
അതിൻ്റെ പുറത്താണെങ്കിൽ അത് ബോർഡർ, അതിൻ്റെ പുറത്താണെങ്കിൽ മാർജിൻ. അപ്പോൾ മാർജിൻ കൊടുക്കുമ്പോൾ ഏറ്റവും ഔട്ടറിലായിരിക്കും എഫക്റ്റ് ചെയ്യുന്നത്. പാഡിങ് ആണെങ്കിലോ ബോർഡറിൻ്റെ ഉള്ളിലായിരിക്കും. ഓക്കെ, മനസ്സിലായല്ലോ. ഇനി ഞാൻ ഇത് ക്ലോസ് ചെയ്തു. ഇപ്പം നിങ്ങൾക്ക് ഇൻലൈൻ CSSന്റെ വർക്കിംഗ് മനസ്സിലായിട്ടുണ്ട്. ഇതാണ് ഇൻലൈൻ CSSന്റെ വർക്കിംഗ്. പക്ഷെ ഇത് അധികം ആരും യൂസ് ചെയ്യില്ല, കാരണം നിങ്ങളുടെ സൈറ്റ് സ്ലോ ആക്കും. അതേപോലെ ഇത് റീയൂസിബിലിറ്റിക്ക് ഒട്ടും നല്ലൊരു എന്താ പറയുക പ്രാക്ടീസ് അല്ല. നമുക്ക് റീയൂസിബിലിറ്റി ചെയ്യാൻ കഴിയില്ല. ഈ ഒരു പേജിൽ മാത്രമല്ല ഈ ഒരു CSS ഫയൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. പുറത്ത് വേറെ ഫയൽസ് ഇവിടെ ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ ഒന്നും നമുക്കെല്ലാം എഫക്റ്റ് ചെയ്യില്ല. സോ എന്ത് ചെയ്യാം, നമുക്ക് ഫുള്ള് കളയാം. സ്റ്റൈല് കളഞ്ഞു, ഇവിടെ നിന്നും സ്റ്റൈല് കളഞ്ഞു, ഇവിടെ നിന്നും സ്റ്റൈല് കളഞ്ഞു. ഇപ്പോൾ നോക്കുകയാണെങ്കിൽ ഫ്രഷ് ആയിട്ട് പേജ് കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ ഇനി എനിക്ക് എന്ത് ചെയ്യാം, അടുത്ത മെത്തേഡ് ഇൻലൈൻ CSS കഴിഞ്ഞു. ഇനി ഞാൻ സ്റ്റൈൽ എന്നുള്ള ടാഗ് യൂസ് ചെയ്തിട്ട് നമുക്ക് സെയിം CS പ്രോപ്പർട്ടി കൊടുക്കാം. അപ്പോൾ ഇതിന് നമുക്ക് 3 കാര്യങ്ങൾ ആദ്യമേ പഠിക്കണം. നമുക്ക് സ്റ്റൈൽ ടാഗ് ഒക്കെ യൂസ് ചെയ്തിട്ട് സ്റ്റൈൽ ടാഗ്, അതേപോലെ തന്നെ അടുത്തൊരു മെത്തേഡ് പഠിക്കുന്നതിന് നമുക്ക് 3 വേറൊരു കാര്യങ്ങൾ പഠിക്കാനുണ്ട്. ആദ്യത്തെ കാര്യം സെലക്ടേഴ്സ്. സെലക്ടേഴ്സിന് 3 കാര്യങ്ങളുണ്ട്. എലമെന്റ് സെലക്ടർ, ക്ലാസ് സെലക്ടർ, ID സെലക്ടർ. ഈ 3 സെലക്ടേഴ്സ് പഠിക്കണം. ഇപ്പോൾ എന്താണ് ആദ്യം എലമെന്റ് സെലക്ടർ? ഈ ബോഡി എന്നുള്ളതും H1 എന്നുള്ളതും P എന്നുള്ളതും ഒക്കെ എന്താണ്, എലമെന്റ്സ് ആണ്, ടാഗ് നെയിംസ് ആണല്ലോ. അപ്പോൾ അതുവഴി നമുക്ക് എന്ത് ചെയ്യാം, എന്തെങ്കിലും സെലക്ട് ചെയ്യാം. അതായത് എനിക്ക് ബോഡീനെ സെലക്ട് ചെയ്യണമെങ്കിൽ ഇവിടെ ബോഡി എന്ന് പറഞ്ഞിട്ട് കേളി ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തു, ക്ലോസ് ചെയ്തു. അതിൻ്റെ ഉള്ളിൽ ഞാൻ പറയാണ് ബാക്ക്ഗ്രൗണ്ട് കളർ റെഡ് പറയുകയാണെങ്കിൽ ബാക്ക്ഗ്രൗണ്ട് കളർ മൊത്തം റെഡായി. നമുക്കറിയാം ബോഡി എന്നുള്ളത് ഈ ഫുൾ പേജാണ്, അതുകൊണ്ട് തന്നെ അവിടെ ഒരു കളർ കൊടുത്താൽ അത് ഫുൾ എല്ലാത്തിനും അഫക്റ്റ് ചെയ്യും. മനസ്സിലായത്? പക്ഷെ ഞാൻ പറഞ്ഞു എനിക്ക് ബോഡീനെ മാത്രം അഫക്റ്റ് ചെയ്ത് പോരാ, അത് എന്താണ്, എലമെന്റ് സെലക്ടറാണ്. എനിക്ക് എന്ത് ചെയ്യണം, ഈ P ടാഗ്, 2 P ടാഗുകൾ, ഒരു P ടാഗിനെ മാത്രം കളർ ചെയ്യണം. ഈ ലേണിംഗ് CSSന് മാത്രം എനിക്കൊരു വൈറ്റ് കളർ കൊടുക്കണം. അതിനെ എന്ത് ചെയ്യും, ഒന്നും ചെയ്യാൻ പറ്റില്ല അല്ലേ. നമുക്ക് ഇവിടെ ഇപ്പോൾ P ടാഗ് എന്ന് പറഞ്ഞിട്ട് ഞാനിപ്പോൾ നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ ഇവിടെ ഞാൻ P ടാഗ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ കളർ ഞാൻ പറഞ്ഞെന്താ, P ടാഗിന് എനിക്ക് എന്ത് വേണം, കളറ് വൈറ്റ്. കണ്ടല്ലോ, ഇതാണ് സിൻടാക്സ്. സിൻടാക്സ് മനസ്സിലാക്കിക്കോ, ഇതാണ് സിൻടാക്സ്. ഞാൻ ആ ഒരു എലമെന്റ് കൊടുത്തു, കേളി ബ്രാക്കറ്റ് കൊടുത്തു, പ്രോപ്പർട്ടി, അതിന്റെ വാല്യൂം കൊടുത്തു. ഇപ്പം എന്ത് പറ്റിയിട്ടുണ്ടാവും, ഞാൻ പറഞ്ഞു എനിക്ക് ലേണിംഗ് CSSൽ മാത്രം വൈറ്റ് വേണമെന്ന്, രണ്ടും വൈറ്റ് ആയി. അപ്പം എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് എനിക്ക് ഇതിന് മാത്രം വൈറ്റ് കൊടുക്കാൻ. പക്ഷെ അതിന് നമുക്ക് അടുത്തൊരു സെലക്ടർ പഠിക്കാം, അതാണ് ID സെലക്ടർ. എനിക്ക് ഈ P ടാഗിന് മാത്രം എന്തെങ്കിലും കൊടുക്കണമെങ്കിൽ എനിക്ക് ഇതിന് ID ഇട്ട് കൊടുക്കാം. ഇതിലൊരു പേരങ്ങ് കൊടുക്കുകയാണ്. ഇപ്പം എന്താണ് ഞാൻ കൊടുക്കണേ, ലേൺ എന്നുള്ള ചുമ്മാ ഒരു പേര് കൊടുത്തു, ഒരു ID കൊടുത്തു. ഇനി ഞാൻ ഇവിടെ വെറുതെ P കൊടുക്കുന്നതിന് പകരം ഒരു ഹാഷ് കൊടുക്കുകയാണ്. ഞാനവിടെ IDനെ സൂചിപ്പിക്കാൻ ഹാഷ് കൊടുക്കുകയാണ്. എന്നിട്ട് ഞാൻ ലേൺ എന്ന് ടൈപ്പ് ചെയ്യാണ്. ഇപ്പോൾ CSSന് മനസ്സിലാവും ഞാൻ ഈ ഒരു P ടാഗിനെയാണ് ഉദ്ദേശിക്കുന്നത്. ഇനി നോക്കിക്കഴിഞ്ഞാൽ അതിന് മാത്രം കളറായിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് മനസ്സിലായി. ID എന്നുള്ള എന്താണ്, ഒരൊറ്റ സിംഗിൾ ആയിട്ട് എന്തെങ്കിലും കാര്യത്തിൽ നമ്മൾ സ്പെസിഫൈ ചെയ്യണമെങ്കിൽ നമുക്ക് ID യൂസ് ചെയ്യാം. പക്ഷേ ഇവിടെ ഇനി അടുത്ത 2 P ടാഗ് ഉണ്ട്, റാൻഡം. നോക്കിക്കഴിഞ്ഞാൽ പുതിയ റാൻഡം എന്നുള്ളൊരു പാരഗ്രാഫ് വന്നു. എനിക്കിതിന് രണ്ടിനും യെല്ലോ ആണ് കൊടുത്തേക്കണമല്ല, യെല്ലോ കളർ കൊടുക്കണം. അപ്പോൾ അതിനെന്ത് ചെയ്യും, ഇനി എനിക്ക് P ടാഗ് എന്ന് കൊടുത്താലും ശരിയാവില്ലല്ലോ. എനിക്ക് രണ്ടിനും എനിക്ക് എന്താണ്, യെല്ലോ ആണോ. ഇതിന് നമുക്ക് ക്ലാസ് യൂസ് ചെയ്യാം. അതായത് ഗ്രൂപ്പ് എന്തെങ്കിലും കാര്യത്തിൽ നമുക്ക് ഗ്രൂപ്പായിട്ട് സെലക്ട് ചെയ്യണമെങ്കിൽ ക്ലാസ് യൂസ് ചെയ്യാം. അല്ല നമ്മളെ ID ആണെങ്കിലോ സിംഗിൾ ആയിട്ട് സെലക്ട് ചെയ്യണമെങ്കിൽ ID. ഈ 2 ക്ലാസ്സിന് ഞാൻ കൊടുക്കാൻ പോണത് ഇപ്പോൾ യെല്ലോ ചെയ്തുകൊണ്ട് ഞാൻ ചുമ്മാ ഷോർട്ടായിട്ട് യെല്ലോ എന്ന് കൊടുത്തു. അങ്ങനെ കൊടുക്കാൻ പോണത് യെല്ലോ അല്ലേ, ഞാൻ ചുമ്മാ മനസ്സിലാക്കാൻ യെല്ലോ എന്ന് കൊടുത്തു. ഇനി ഇവിടെ തന്നെ പോയിട്ട് തൊട്ട് താഴെ .l എന്നിട്ട് നമ്മൾ കേളി ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തു, കളർ യെല്ലോ. കണ്ടല്ലോ. അപ്പോൾ നമുക്ക് എല്ലാത്തിനും സ്പെസിഫിക് ആയിട്ട് സെലക്ട് ചെയ്യാൻ പഠിച്ചു. ഇതിലാണ് സെലക്ടേഴ്സ് നമ്മൾ യൂസ് ചെയ്യുന്നത് CSSൽ. അപ്പോൾ ആദ്യം എലമെന്റ് സെലക്ടർ ഉണ്ട്, അത് ഏതാണ്, ബോഡി. ഇങ്ങനെ ബോഡി പോലത്തെ P ടാഗ് പോലെ. വേറെ ഏതാണ്, ഹെഡ്. ഇതൊക്കെ നമുക്ക് എന്താണ്, എലമെന്റ്. അത് കഴിഞ്ഞിട്ട് ഹാഷ് യൂസ് ചെയ്യുന്നത് എന്തിനാണ്, ഇവിടെ കണ്ടല്ലോ ID. എന്തെങ്കിലും ഒറ്റ കാര്യത്തിൽ നമുക്ക് അപ്ലൈ ചെയ്യണമെങ്കിൽ അവിടെ ടാർഗറ്റ് ചെയ്യണമെങ്കിൽ ID. അത് കഴിഞ്ഞിട്ട് ഡോട്ട് യൂസ് ചെയ്യണത് എന്തിനാണ്, ക്ലാസ്. നമുക്ക് ഗ്രൂപ്പായിട്ട് കാര്യത്തിന് നമുക്ക് അപ്ലൈ ചെയ്യണം, ടാർഗറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഡോട്ട് യൂസ് ചെയ്യാം ക്ലാസ്സിന് വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ, ഇതാണ് സ്റ്റൈല് ടാഗ് യൂസ് ചെയ്തിട്ട് നമ്മൾ ചെയ്യുന്നത്.
നമുക്ക് അതും മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമുക്കിനി അതും എന്ത് ചെയ്യാം, ഇത് റിമൂവ് ചെയ്യണം. നമുക്ക് അടുത്ത കാര്യം പഠിക്കാൻ നമുക്കിത് ആവശ്യമുണ്ട്. നമ്മൾ എന്തൊക്കെ പഠിച്ചു? ഇൻലൈൻ CSS പഠിച്ചു. അതുപോലെ തന്നെ ഹെഡിൻ്റെ ഉള്ളിൽ നമ്മൾ എന്ത് ചെയ്യാൻ പഠിച്ചു? സ്റ്റൈൽ ടാഗ് യൂസ് ചെയ്തിട്ട് സ്റ്റൈൽ കൊടുക്കാൻ പഠിച്ചു. ഇപ്പം നോക്കിക്കഴിഞ്ഞാൽ എല്ലാം പോയി, കാരണം ആ സ്റ്റൈൽ എന്നുള്ള നമ്മൾ റിമൂവ് ചെയ്തല്ലോ. പക്ഷെ എല്ലാം തിരിച്ചു വരണമെങ്കിൽ നമുക്കിവിടെ പുതിയൊരു ഫയൽ ക്രിയേറ്റ് ചെയ്യാം. ഇതാണ് നമ്മുടെ അടുത്ത മെത്തേഡ്, എക്സ്റ്റേണൽ CSS. അതിന് നമുക്കൊരു ഫയൽ നെയിം വേണം, style.css. ഇതാണ് നിങ്ങൾ ഏറ്റവും കൂടുതൽ ഇനി യൂസ് ചെയ്യാൻ പോകുന്ന ഒരു CSSന്റെ മെത്തേഡ്, ലോഡ് ചെയ്യാനുള്ള മെത്തേഡ്. ഇവിടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ബോഡി ടാഗ് ഉണ്ട്. നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് പിന്നെ നേരത്തെ മേളിൽ ഇവിടെ നേരത്തെ കൊടുത്ത അതേ മെത്തേഡിൽ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇവിടെയും കൊടുക്കാം. ഒരു വലിയ ഡിഫറൻസ് ഒന്നുമില്ല. അവിടെ സ്റ്റൈൽ ടാഗ് കൊടുത്തിട്ട് അതിനുള്ളിൽ നമ്മൾ കുറേ കോഡ് എഴുതി, ഇവിടെ സ്റ്റൈൽ ടാഗ് ഇല്ലാതെ തന്നെ നമുക്ക് കോഡ് എഴുതാം. അത്ര ഡിഫറൻസ് ഉള്ളൂ. ഇവിടെ ഞാനിപ്പോൾ പറയണത് ബോഡി ബാക്ക്ഗ്രൗണ്ട് കളർ റെഡ്. പക്ഷേ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവിടെ അപ്ലൈ ആവില്ല, കാരണം ഇൻഡെക്സ് നമ്മുടെ ഫയലിൽ പോവുക, ഹെഡിൻ്റെ താഴെ പോയിട്ട് എന്ത് ചെയ്യണം, രണ്ടും തമ്മിൽ ലിങ്ക് ചെയ്യണം. ലിങ്ക് ചെയ്താലാണ് HTML മനസ്സിലാവുള്ളൂ. അവിടെ ഒരു നമ്മൾ സ്റ്റൈൽ എന്നുള്ളൊരു CSS നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. സോ അവിടെ HRFനുള്ളിൽ എന്ത് ചെയ്യുക, ആ ഒരു ലൊക്കേഷൻ കൊടുക്കുക. ലൊക്കേഷൻ എന്താണ്, ഇതിൻ്റെ ഉള്ളിൽ സെയിം നമ്മൾ അതേ ലെവലിൽ കിടക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, style.css എന്ന് കൊടുക്കാം. ഇനി പോയി നമ്മൾ പേജ് നോക്കുകയാണെങ്കിൽ റെഡ് ആയിട്ടുണ്ട്. മനസ്സിലായല്ലോ? ഇവിടെ REL എന്നുള്ള റിലേഷൻഷിപ്പ്, ഓക്കെ, സ്റ്റൈൽ ഷീറ്റാണ് റിലേഷൻഷിപ്പ്. നമ്മൾ തിരിച്ചു പോയി. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇതെന്തായിരുന്നു, എലമെന്റ് സെലക്ടർ. ഇനി ക്ലാസ് സെലക്ടർ ഉണ്ട്, ID സെലക്ടർ ഉണ്ട്. ക്ലാസ് സെലക്ടർ ഇവിടെ ക്ലാസ് തന്നെ L എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതിനെന്ത് ചെയ്യണം, വിളിക്കണമെങ്കിൽ എന്ത് ചെയ്യണം, .L കളി ബ്രാക്കറ്റ് ഓപ്പൺ ആക്കി, കളർ എന്താ കൊടുക്കാൻ പോണത്, യെല്ലോ. ഓക്കെ ആണല്ലോ. ഇനി എന്താണ് നമ്മൾ കൊടുക്കാൻ പോണത്, ID ലേൺ. അപ്പോൾ ലേണിന് നമ്മൾ എന്താ കൊടുക്കാൻ പോണത്, വേറെ കളർ കൊടുക്കാം. അപ്പോൾ അതിന് നമ്മൾ താഴേക്ക് വന്നു, എന്താണ് കൊടുക്കുന്നത്, ഹാഷ് ലേൺ LERN. അതിന് കളറും കൊടുക്കാം, നമുക്ക് വേറെ കുറച്ച് പ്രോപ്പർട്ടീസ് കൊടുക്കാം. കളർ ഞാൻ കൊടുത്തു, ബ്ലൂ കൊടുത്തു. ഓക്കെ, ബ്ലൂ വന്നു. ഫോണ്ട് സൈസും കൊടുക്കാം. ഫോണ്ട് സൈസ് എന്ത് കൊടുക്കും, നമുക്ക് ഒരു 70 പിക്സൽ വലുതാക്കി. ഇനി ബ്ലൂവിന് പകരം ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ, ഈ സ്ക്വയർ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് RGB ഹെക്സാ വാല്യൂസ് കാണാം. ഇതൊക്കെ ഹെക്സാ വാല്യൂസ്. അത് നമ്മൾ ഗൂഗിൾ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഹെക്സാ വാല്യൂസ് വഴി കളർ കൊടുക്കാം, RGB വഴി കളർ കൊടുക്കാം. അപ്പോൾ RGB എന്നുള്ളതൊക്കെ റെഡ്, ഗ്രീൻ ആൻഡ് ബ്ലൂ വാല്യൂസ് ആണ്. അത് വഴിയൊക്കെ നിങ്ങൾക്ക് കളർ കൊടുക്കാം. അതുപോലെ കുറേ വാല്യൂസ് ഉണ്ട്, HSL കുറേ വാല്യൂസ് ഉണ്ട്. നിങ്ങൾക്ക് RGB പെട്ടെന്ന് ഞാൻ പറഞ്ഞുതരാം, അല്ലെങ്കിൽ ഇവിടെ വീഡിയോ ലെങ്ത് കൂടും. അപ്പോൾ 000 ഇതെന്താ, റെഡിൻ്റെ കളർ 0, ഗ്രീൻ്റെ കളർ 0, അതുപോലെ തന്നെ ബ്ലൂവിൻ്റെ കളർ 0. നമുക്ക് അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഉണ്ടോ, ബ്ലാക്ക് ആണ് ആ കളർ വരുന്നത്. ഇതിന് പകരം ഞാൻ 255 കൊടുത്തു കഴിഞ്ഞാൽ റെഡ് 255 ആയി, അത് കഴിഞ്ഞിട്ട് ഗ്രീൻ 255 ആയി. ഇപ്പോൾ അത് യെല്ലോ ആയിട്ടുണ്ടാവും. മനസ്സിലായോ? ലേൺ എന്നുള്ളത് എന്തായി, ലേൺ മാത്രമല്ല, ഇത് ഓവർ റൈഡ് പോയി. ഓക്കെ, അവിടെ അത് കൊടുത്തപ്പോൾ അപ്പുറത്തെ കളേഴ്സ് ഓവർ റൈഡ് ആയി. ലേൺ എന്നുള്ളത് നമ്മൾ നോക്കുകയാണെങ്കിൽ ലേൺ വേറെ എവിടെയെങ്കിലും CSS പോയിട്ടുണ്ടോ, ഓക്കെ, സോറി, ഇവിടെ യെല്ലോ ഓൾറെഡി ഉണ്ട്. ഓക്കെ, നമുക്കൊരു മിസ്റ്റേക്ക് പറ്റിയതാണ്, ഓൾറെഡി അത് യെല്ലോ ആണ്. അപ്പോൾ നമുക്ക് ഇവിടെ യെല്ലോ മാറ്റി കൊടുക്കാം. 255 വേണ്ട, 100. ഓക്കെ ആണല്ലോ. അപ്പോൾ അതത്രേ ഉള്ളൂ. നിങ്ങൾക്ക് കളേഴ്സ് നോക്കാം, RGB കളേഴ്സ് ഉണ്ട്, ഹെക്സാഡെസിമൽ കളേഴ്സ് ഉണ്ട്, HSL. നിങ്ങൾക്ക് അത് ഗൂഗിളൊക്കെ ചെയ്ത് നോക്കാം. നമ്മൾ വീഡിയോ അല്ലെങ്കിൽ ലെങ്ത് കൂടും. റെഡ് കൊടുക്കണ്ട, റെഡാണ്, സോറി, നമുക്ക് വൈറ്റ് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് അത്യാവശ്യം എങ്ങനെ ലോഡ് ചെയ്യണം, ഒരു CSS ലോഡ് ചെയ്യണം നിങ്ങൾക്ക് മനസ്സിലായി. നിങ്ങൾക്ക് CSSലെ സെലക്ടേഴ്സ് മനസ്സിലായി. ഇനി ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാത്ത ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യം, ഇപ്പോൾ ബോഡിയുടെ ഉള്ളിൽ നമ്മൾ എന്തൊക്കെ കൊടുത്തിട്ടുണ്ട്, H1 കൊടുത്തിട്ടുണ്ട്, P ടാഗ് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം ഞാൻ ഒരു പുതിയ div എന്നുള്ള HTML ടാഗിനുള്ളിൽ, നമുക്ക് div എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ divൻ്റെ ഉള്ളിലേക്ക് ഞാൻ എന്ത് ചെയ്യാണ്, എല്ലാം കൊടുക്കാൻ പോവാണ്. എല്ലാം ബാക്കി H1 P എല്ലാം കൊടുക്കാൻ പോവാണ്. പക്ഷെ ഞാൻ നോക്കുകയാണെങ്കിൽ ഇവിടെ ഒരു ഡിഫറൻസും ഇല്ല അല്ലേ. നമുക്കിനി divന് നമ്മൾ പഠിച്ച സെലക്ടേഴ്സിലെ ഒരു ക്ലാസ് കൊടുക്കാം. ഇതിൻ്റെ പേര് ഞാൻ എന്താ കൊടുക്കാൻ പോണേ, കണ്ടെയ്നർ. സോ കണ്ടെയ്നർ എന്ന് പറഞ്ഞാൽ എന്താ, ഇതിനെല്ലാം കണ്ടെയ്ൻ ചെയ്യുന്ന ഒരു കാര്യത്തിന് നമുക്ക് കണ്ടെയ്നർ എന്ന് ചുമ്മാ വിളിക്കാം. ഞാൻ കൊടുത്ത പേരാ കണ്ടെയ്നർ. ഇനി ഞാൻ എന്ത് ചെയ്യാം, നമ്മൾ സ്റ്റൈൽ ഇവിടെ പോവാം. എന്നിട്ട് CSS എങ്ങനെ നമ്മൾ എടുക്കും, ക്ലാസ് ആണത്, എന്ത് ചെയ്യും, ഡോട്ട് അല്ലേ, വിളിക്കുകയാണ് നമ്മളെ .container. അതിൻ്റെ ഉള്ളിൽ ഞാൻ പറയാണ് ബോർഡർ
എന്ത് കൊടുക്കും? ബോർഡർ എന്ത് കൊടുക്കും? സോളിഡ് ബ്ലാക്ക്. സൈസ് കൊടുക്കണം അല്ലേ? സോളിഡ് 2 പിക്സൽ. നിങ്ങൾ ഈ സിൻടാക്സ് കണ്ട് കൺഫ്യൂസ്ഡ് ആവണ്ട, ഞാൻ നിങ്ങൾക്കൊന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. കണ്ടല്ലോ, ഇപ്പം എന്താ പറ്റിയത്? ഡിവിൻ്റെ പർപ്പസ് അപ്പോൾ നോക്കി, ഞാനിവിടെ ബോർഡർ കൊടുക്കാൻ ഈ 2 പിക്സൽ സൈസാണ് സോളിഡ് ബ്ലാക്ക് എന്ന് കൊടുക്കാൻ കാരണം നിങ്ങൾക്ക് സോളിഡ് ആയിട്ട് ഈ 2 പിക്സലായിട്ട് ഒരു ബോർഡർ കണ്ടു. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി ഞാൻ എന്തിനാണ് ഇത് കൊടുത്തത്? കണ്ടെയ്നറിനാണ് കൊടുത്തത്. കണ്ടെയ്നർ എന്താണ്? ഡിവിൻ്റെ ഉള്ളിൽ ക്ലാസ്സിനാണ് ഞാൻ കണ്ടെയ്നർ എന്ന് കൊടുത്തത്. സോ ഡിവ് ടാഗ് നമ്മൾ യൂസ് ചെയ്യുന്നത് എന്തെങ്കിലും കുറേ HTML ഈ പറയുന്ന ടാഗ്സിനെ ഒക്കെ കൂടി ഗ്രൂപ്പ് ആക്കി എടുക്കാനാണ്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ കൊടുത്തുകൊണ്ട് ഇതെല്ലാം ഇപ്പം എന്തായി? ആ ഡിവിൻ്റെ ഉള്ളിലെ എലമെന്റ്സ് ആയി, ടാഗ് എന്നാണ് HTML ടാഗ്സ് ആയി. സോ അതും കൂടി നിങ്ങൾ മനസ്സിലാക്കാം. അപ്പോൾ ഇതാണ് CSSന്റെ ഇന്നത്തെ ബേസിക് ഒരു ക്രാഷ് കോഴ്സ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഡൗട്ട്സ് ഒക്കെ ഡിസ്കഷൻ ഗ്രൂപ്പിൽ ഒന്ന് ചോദിക്കുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് ജാവാസ്ക്രിപ്റ്റ് ആയിട്ട് കാണാം. ഇപ്പോൾ നിങ്ങൾക്ക് CSSന്റെ ബേസിക്സ് ഒക്കെ ക്ലിയർ ആയി. ഇനി ഡിസ്കഷൻ ഗ്രൂപ്പ്സിൽ വരാം, മെൻറ്റേഴ്സായിട്ട് ഡിസ്കസ് ചെയ്യുക. എന്തായാലും കുറേ ഡൗട്ട്സ് ഉണ്ടാവും, നമുക്ക് എല്ലാം അവിടെ സോൾവ് ചെയ്യാം. അടുത്ത വീഡിയോയിൽ ജാവാസ്ക്രിപ്റ്റിൻ്റെ ബേസിക്സ് ആയിട്ട് കാണാം. അണ്ടിൽ ദെൻ ബൈ.